ആരോഗ്യമന്ത്രി ഏത് കൊമ്പത്തെയാളാണെങ്കിലും ആ കൊമ്പിനെ നീതിരിക്കുന്ന മുഖ്യമന്ത്രി, ഇതാ ഇതിന്റെ പിറകിലിരിക്കുന്ന രാജാവ്, ആരെ ഭയപ്പെടുത്തുന്നയാളാണെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം ഞങ്ങളത് സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കും. ഒരു ദിവസം 1333 രൂപ വേണം. അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത് കിട്ടിയിട്ടേ ഞങ്ങൾ മടങ്ങൂ. ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം വേണം. അത് അന്തസ്സായ ശമ്പളം വേണം. അത് ആവശ്യപ്പെടുമ്പോൾ അതിനോട് തലതിരിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ ആശുപത്രി മുതലാളിമാരോട് ചേർന്ന് നിന്നിട്ടാണ്. ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി മുതലാളിമാരെ മര്യാദ പഠിപ്പിക്കാൻ, അവർ മിനിമം ശമ്പളം കൊടുക്കാൻ മടിക്കുമ്പോൾ അത് കൊടുക്കണമെന്ന് പറയാൻ സർക്കാരിന് പിന്നെന്താ മടി? പ്രിയപ്പെട്ട നേതാക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, വൈകുന്നേരം നമ്മൾ മാനവീയ മീറ്റിംഗിൽ വിശാലമായി തന്നെ ഈ വിഷയം അവതരിപ്പിക്കുന്നു, ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട നമ്മുടെ ആരോഗ്യമന്ത്രി ഏതാണ്ട് ഒരാഴ്ച നീണ്ട സിനിമാഭിനയത്തിന് ശേഷം പത്തനംതിട്ടയിലെത്തിയിട്ട് ആദ്യം പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്, ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി മുതലാളിമാർ ഇവിടുത്തെ പൊതുജന സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ആരോഗ്യമന്ത്രിയെ എങ്ങനെ അപമാനിക്കുന്നത് എന്ന്. അത് ഞങ്ങളങ്ങ് മുഖവിലക്കെടുക്കാൻ തീരുമാനിച്ചു. ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി മുതലാളിമാരും ആശുപത്രി മാഫിയായും ഇവിടുത്തെ പൊതുജനാരോഗ്യ സംവിധാനത്തെ തകർക്കാൻ ഗൂഢാലോചന നടത്തുന്നു എന്ന ആരോപണം ഞങ്ങളങ്ങ് മുഖവിലക്കെടുക്കുന്നു. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രയാസവുമില്ലല്ലോ. ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി മുതലാളിമാരെ മര്യാദ പഠിപ്പിക്കാൻ, അവർ മിനിമം ശമ്പളം കൊടുക്കാൻ മടിക്കുമ്പോൾ അത് കൊടുക്കണമെന്ന് പറയാൻ സർക്കാരിന് പിന്നെന്താ മടി? ഞങ്ങൾ ആശുപത്രി മുതലാളിമാരെ സംരക്ഷിക്കണമെന്ന് പറയുന്നവരല്ല. ആശുപത്രികൾ അങ്ങനെ പോവട്ടെ, പക്ഷെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം വേണം. അത് അന്തസ്സായ ശമ്പളം വേണം. അത് ആവശ്യപ്പെടുമ്പോൾ അതിനോട് തലതിരിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ ആശുപത്രി മുതലാളിമാരോട് ചേർന്ന് നിന്നിട്ടാണ്. എന്നിട്ട് വാക്കുകൊണ്ട് ആശുപത്രി മുതലാളിമാർക്ക് വേണ്ടിയാണ് ഇവിടെയെല്ലാം അങ്ങ് നശിപ്പിക്കുന്നതെന്ന് പറയരുത്. ഞങ്ങൾക്കൊരൊറ്റ ആവശ്യമേ ഉള്ളൂ. 4 വർഷം BSc നഴ്സിംഗ് പഠിച്ചിട്ടാണ് നേഴ്സാവുന്നത്. 4 വർഷം. അതിനുശേഷമുള്ള ഒരുപാട് കടമ്പകൾ. കുറഞ്ഞത് 6-7 ലക്ഷം രൂപ മുടക്കൊണ്ട് ഒരാൾക്ക് നഴ്സിംഗ് പഠിച്ച് ഇറങ്ങുമ്പോൾ, അതുകൊണ്ട് ഒരു ദിവസം 1333 രൂപ വേണം. അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത് കിട്ടിയിട്ടേ ഞങ്ങൾ മടങ്ങൂ. ഒരു സംശയവും വേണ്ട. ആരോഗ്യമന്ത്രി ഏത് കൊമ്പത്തെയാളാണെങ്കിലും ആ കൊമ്പിനെ നീതിരിക്കുന്ന മുഖ്യമന്ത്രി, ഇതാ ഇതിന്റെ പിറകിലിരിക്കുന്ന രാജാവ്, ആരെ ഭയപ്പെടുത്തുന്നയാളാണെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം ഞങ്ങളത് സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കും. മറ്റൊരാവശ്യവുമില്ല. ഞങ്ങൾക്ക് അന്തസ്സായി ജീവിക്കണം. അത് ഞങ്ങളുടെ അവകാശമാണ്. രാജാവിന് കോടികൾ കിട്ടും, കന്നുകാലിത്തൊഴുത്തിൽ നല്ല പാലിനെ കിട്ടും, ചുറ്റുമതിലുണ്ടാവും, പ്രജകൾക്ക് ചുറ്റിക്കറങ്ങാൻ വാഹനങ്ങൾ ഉണ്ടാവും. ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾക്ക് രാമന്തോളം പണിയെടുക്കുമ്പോൾ 1333 രൂപ കിട്ടണം. അത് കിട്ടിയിട്ടേ ഞങ്ങൾ മടങ്ങും. അത് കിട്ടില്ലെങ്കിൽ, അത് തരില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈ രാജസിംഹാസനത്തിലും ഞങ്ങൾ പുറത്താക്കും. അതുവരെ ഞങ്ങളുണ്ട്. ഒരു സംശയവും വേണ്ട. ജയ് ഹിന്ദ്, ജയ് യു.